കളിമേഘ സമപ്രഭാം ത്രിനയനം വേതാളകണ്ഠസ്ഥിതം ഹർഗം ഖേടകപാലദാരികശിരകൃത്വാഗ്രാഗ്രേ ശുചാഭൂതപ്രേതപിശാചമാതൃസഹിത മുണ്ടസ്വജാലങ്കൃതാ മന്ദേ ദുഷ്ടവസൂരികാദിവിതാം സംഹാരികാമീശ്വരീം രക്താംഗിനത്തവസ്ത്രാംഗരിവലവത്സൽക്കുണ്ടലാം ചണ്ഡനംസാം ഹണ്ഡോദ്യന്മുണ്ടമാലാം പരിസലവലസദ്ഭൂതവിഷാചോണ്ടാം ഘോരാഘോരാട്ടഹാസാം കരകരകപാലാശരവിദ്രാം ത്രിനേത്രാം ശത്രുണാം പ്രാണഹന്ത്രീം ശിശുശിരോടാം ഭാവയേ ഭദ്രകാളി. ഇന്ന് 6-ാം തീയതി 8, 9, 10 തീയതികളിൽ ഏലാനല്ലൂർ മഹിളമാർക്കാവ് ക്ഷേത്രത്തിൽ 8-ാം തീയതി വൈകിട്ട് സർപ്പബലി, 9-ാം തീയതി വെളുപ്പിന് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പിന്നീട് ഭഗവതിക്ക് കലശം, അതിനുശേഷം ഉപദേവന്മാർക്ക് കലശം, ഉപദേവ ദേവീ ചൈതന്യങ്ങൾക്ക് കലശം, അതിനുശേഷം വൈകിട്ട് അത്യുജ്വല ദീപക്കാഴ്ചയോടെയുള്ള ദീപാരാധനയ്ക്ക് ശേഷം കർത്താവിന് പൂജ മുതലായവ നടക്കും. പിന്നീട് പൂജടി മുതലായവ നടക്കും. ശങ്കരൻ നമ്പൂരി അഥവാ ലോകം മുഴുവൻ അറിയപ്പെടുന്നതായ കൊച്ചുപൂറ്റി എന്ന് വിളിക്കുന്ന തൊടുപുഴയുടെ കണ്ണിലുണിയായിരുന്നതായ ശങ്കരപ്പൻ മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ നിന്ന് തുടർന്ന് വന്ന അച്ഛനായിട്ട് തുടർന്നു വന്നതായ തന്ത്രം, അതിനുശേഷം അനിയൻ നാരായണ നമ്പൂതിരി മാങ്കുളം, സുനന്ദൻ മാങ്കുളം, പിന്നെ ഒരു ചെറിയൊരു അംശം തന്ത്രി കുടുംബം എന്ന രീതിയിലുള്ളതായ ചെറിയൊരു അംശവും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായി നിമഗ്നനായിരിക്കൊണ്ടിരിക്കുന്നതായ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ദേവീ ചൈതന്യവുമായി ബന്ധപ്പെട്ട് മാങ്കുളം കുടുംബത്തിലേക്ക് അനുഗ്രഹം എന്നും നൽകുന്നതായ മഹിളമാർക്കാവ് ദേവീക്ഷേത്രം വടക്കോട്ട് ദർശനമായിക്കൊണ്ട് ധാരാളം കൃഷിക്കുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ദേവിക്ക് കാണാൻ പാകത്തിന് വലിയൊരു പൂങ്കാവനവും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നടത്തുന്നതായ പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയൊരു അംശത്തിൽ ഭാഗഭാക്കാവാൻ കിട്ടുന്ന പുണ്യം അത് സംശയിക്കാനില്ല. സ്നേഹത്തിൻ്റെ ഭാഷയിൽ കാരുണ്യത്തിൻ്റെ ഭാഷയിൽ അമ്മ അനുഗ്രഹിക്കുമ്പോൾ അവിടെ അമ്മയുടെ 2 പ്രത്യേകതകളാണ്. ഒന്ന്, ഗുരുതിരെ വരുന്നവർക്ക് തിരുതിരെ വലകം നൽകുന്ന അമ്മയും ദുഷ്ടതയും ദുഷ്ടന്മാരെയും നിഗ്രഹിക്കാനുള്ളതായ ശക്തിയുള്ള രക്താംഗിനപ്തവസ്ത്രം എന്ന ധ്യാനത്തിലുള്ളതായ ഭഗവതി. അപ്പോൾ അവിടെ ജാതി മതവർഗ രാഷ്ട്രീയം തന്നെ എല്ലാവരും കൂടി സഹകരിക്കുമ്പോൾ അനിയൻ എം എൻ നാരായണൻ നമ്പൂതിരി അദ്ദേഹമാണ് തന്ത്രി. അനിയൻ സുനന്ദനും തന്ത്രത്തിൽ അവിടെ പ്രാവീണ്യം നേടിക്കൊണ്ട് അവിടെ പൂജകൾ കഴിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരംശത്തിൽ അതിന് ചേർന്നു നിന്നുകൊണ്ട് ഒരു ചെറിയൊരു അംശം മാത്രം ഒരു തന്ത്രി എന്ന രീതിയിൽ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ പൂവ്, എണ്ണ, തിരി, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളോ ദ്രവ്യങ്ങളോ ഇലയോ ഒക്കെ ആയിട്ട് ക്ഷേത്രങ്ങളിലേക്ക് വരാം. അതുപോലെ തന്നെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ അംഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവനവന് കഴിവിനനുസരിച്ച് ഓരോ വർഷവും ഓരോ കലശങ്ങൾക്കും ഓരോന്നിനൊക്കെ ചിലവ് കൂടുതലാണ്. അത് ഏറ്റവും നല്ല വൃത്തിയായ രീതിയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യായാലും എണ്ണയായാലും പൂവായാലും എല്ലായാലും. അപ്പം അങ്ങനെ വസ്ത്രമായാൽ പോലും മൃത്യുഞ്ജയത്തിൻ്റെ സാധനങ്ങളായാൽ പോലും അപ്പം അതിന് ധാരാളം സാമ്പത്തിക ചെലവുകളുണ്ട്. ആ ചെലവുകൾ ലോകം മുഴുവൻ ഓരോ അംശം ഒരു നാണയമാണെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അത് അവിടെ നിന്ന് തന്നെ ഭഗവതി അനുഗ്രഹിക്കുന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്നതായ എങ്ങനെയാണോ ഒരു മൃഗപശുവിനെ കിട്ടാത്തപ്പോൾ അവിടെ ജലഭരതസ്വാമിയെ അവിടെ ബലിയിൽ കല്ലിൽ കൊണ്ടിരുത്തി അദ്ദേഹമൊന്നും ഒരു മൈൻഡും ചെയ്തില്ല. അവിടെ ആ ദുഷ്ടതയെ നിഗ്രഹിക്കാനായിക്കൊണ്ട് ചിരക്കന്തുകലിയിലെയാ അവിടെ ഭഗവതിയെ താഴെ ഇറങ്ങിയിരുന്ന ആദ്യം ആ വെളിച്ചപ്പാടനെയും തട്ടി അവിടെയുള്ള ദുഷ്ടങ്ങളെയും തട്ടി എപ്പോഴും ജലഭരതസ്വാമിക്ക് ഒരു വ്യത്യാസമില്ല എന്നർത്ഥം. അതുപോലെയാണ് നമ്മളൊക്കെ ആയിത്തീരണം മഹിളമാർക്കാവിലെ ഭക്തന്മാർ. അപ്പോൾ ഒരു ഒന്നുമില്ലാതെ കൊണ്ട് അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി ഭഗവതിയുടെ കാൽക്കൽ വീഴുമ്പോൾ ഭഗവതി പ്രത്യക്ഷമായി അനുഗ്രഹിക്കുന്നതോടൊപ്പം പ്രത്യക്ഷ അനുഭവത്തോടുകൂടി മുത്തപ്പൻ്റെ കൊച്ചുകുറ്റിയാലെ ശങ്കരനമ്പൂതിരിയുടെ തലമുറകൾ എന്നും ഓർക്കുന്നതായ ഏനാനല്ലൂർ ഭഗവതി, എന്നും എഴുന്നേൽക്കുമ്പോൾ സ്തുതിക്കുന്നതായ ഏനാനല്ലൂർ ഭഗവതി. അതുപോലെ തന്നെ നാട്ടിലെ പല ബന്ധുക്കളും ജാതി മതവർഗ ഭേദമന്യേ അവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഏനാനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളിലേക്കും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ ഒരു നാണയമാണെങ്കിലും സഹായിക്കുക.
ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തേവണങ്കോട് അഞ്ചേട്ടൻ അഥവാ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് അവിടുത്തെ എല്ലാ കണക്കുകളും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ തേവണങ്കോട് മുത്തശ്ശൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വാസ്തുപ്രകാരമായ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഏനാനല്ലൂർ ഭഗവതിയുടെ തിരുവുത്സവം ഗംഭീരമാക്കി തരാൻ താഴ്മയോടുകൂടി ഒരു തന്ത്രി കുടുംബാംഗം എന്ന രീതിയിൽ അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഒരു നാണയമാണെങ്കിൽ പോലും അത് ഭഗവതിയുടെ ചൈതന്യവർദ്ധവിന് ഉപകാരപ്പെടും, അത് ഉപകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഫുൾ ടൈം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഒരു നാണയമാണെങ്കിലും ഭഗവതിക്കായി തരിക എന്ന് ഓർമ്മിപ്പിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.